الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ألم نجعل له عينين ولسانا وشفتين وهديناه النجدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളുമെല്ലാം കൃത്യവും വ്യക്തവുമായി അറിയുന്ന അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു മനുഷ്യർക്ക് അനന്തമായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. സുന്ദരമായ ശരീരം, അതിലെ ആന്തരിക അവയവങ്ങൾ, അതുപോലെ ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ നൽകിയിരിക്കുന്നു. ഇതെല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നാവാകുന്ന അനുഗ്രഹത്തെ കുറിച്ച് സംസാരിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, രണ്ട് ചുണ്ടുകളും നാവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ കുലത്തിന് നൽകിയ അതിമഹത്തായ അനുഗ്രഹമാണ്. ഇവ തങ്ങളുടെ ആശയങ്ങൾ എളുപ്പത്തിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഷകൾ നൽകിയതുപോലെ അത് പ്രകടിപ്പിക്കാനായി
ഈ നാവ് 2 ചുണ്ടുകളും നൽകിയിരിക്കുന്നു. സൂറത്ത് ബലദിലെ 8-9 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് നാം 2 കണ്ണുകൾ നൽകിയില്ലയോ? അതുപോലെ ഒരു നാവും, വലിസാൻ ഒരു നാവും, വശഫതൈൻ 2 ചുണ്ടുകളും നൽകിയില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലാഹുവിന്റെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ. നാവ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നാവ് നൽകിയത്? അവന്റെ നിയമങ്ങളെ അനുസരിക്കാൻ വേണ്ടിയാണ്. ആ നാവിനെ അവന്റെ നിയമങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. നാവ് അല്ലാഹുവിന്റെ നിയമങ്ങളെ അനുസരിച്ചാൽ നമ്മുടെ ഹൃദയം നേരെയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഈമാനുമായി ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് നാവ് നേരെയാവുക എന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തഖീമു ഈമാനു അബ്ദി ഹത്താ യസ്തഖീമ ഖൽബഹു. ഒരു മനുഷ്യന്റെ ഈമാൻ നേരെയാവുകയില്ല, ഒരു മനുഷ്യന്റെ വിശ്വാസം ശരിയാവുകയില്ല അവന്റെ ഹൃദയം നേരെയാവുന്നത് വരെ. വല്ലാത്ത വാക്കാണ്. വലാ യസ്തഖീമ ഖൽബഹു ഹത്താ യസ്തഖീമ ലിസാനഹു. ഒരു മനുഷ്യന്റെ ഹൃദയവും നേരെയാവുകയില്ല അവന്റെ നാവ് നേരെയാകുന്നത് വരെ. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഒരു മനുഷ്യന്റെ ഹൃദയം നേരെയാവുകയില്ല അവന്റെ നാവ് നേരെയാവുന്നത് വരെ. വലാ യദ്ഖുലു റജുലുൽ ജന്ന ഹത്താ യഅ്മന ജാറഹു ബവാഇഖഹു. ഒരുവനും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല തന്റെ അയൽവാസി തന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ. നാവിന്റെ ഉപദ്രവം വല്ലാത്ത ഉപദ്രവമാണ് സഹോദരങ്ങളെ. അത് ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ്. എന്നില്ല, പക്ഷേ അതിശക്തമായ മൂർച്ചയേറിയ ആയുധമാണ് നാവ് എന്നത്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നു, വഅഖ്റജ ലിസാനഹു വഅഖദ തർഫഹു ബിഇസ്ബഅഹു. അദ്ദേഹം തന്റെ നാവ് കാണിച്ചുകൊണ്ട് അതിങ്ങനെ പുറത്തെടുത്തുകൊണ്ട് തന്റെ വിരൽ കൊണ്ട് അത് പിടിച്ചു, അതിന്റെ അറ്റം പിടിച്ചു. എന്നിട്ട് പറയുകയുണ്ടായി, തറാ ഹാദാ, ഇത് കണ്ടില്ലയോ, ഇത് കണ്ടില്ലേ, ഫീഹി കുല്ലു അജബ്, ഇതിൽ എല്ലാ അത്ഭുതങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ നാവിൽ എല്ലാ അത്ഭുതങ്ങളും അടങ്ങിയിരിക്കുന്നു. യഖ്റുജു മിൻഹുൽ ഖൈറു വശർ, അതിൽ നിന്നും നന്മയും തിന്മയും പുറത്തു വരും. നല്ല വാചകങ്ങളും ദുഷിച്ച വാചകങ്ങളുമെല്ലാം അതിൽ നിന്ന് പുറത്തു വരും. വഹുവ ലഹ്മുൻ ലൈസ ഫീഹി അലമുൻ ഫഇഖ്ഫലുഹു, അത് എല്ലില്ലാത്തൊരു അവയവമാണ് കേട്ടോ, എല്ലില്ലാത്തൊരു അവയവമാണത്. അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കണം, അതിനെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നു. അതെ, എല്ലില്ലാത്തൊരു മാംസകഷ്ണം, സൂക്ഷ്മതയില്ലാത്തവർക്ക് ആരെയും എന്തും പറയാം, എപ്പോഴും പറയാം. അങ്ങനെയാണ്. സൂക്ഷ്മത പാലിക്കാത്തവർക്ക് എന്തും പറയാം. പ്രിയമുള്ളവരെ, നാവിനെ നാം പരമാവധി സൂക്ഷിച്ചുപയോഗിക്കുക. അല്ല എങ്കിൽ അനുഗ്രഹമായ നാവ് നമുക്ക് ശിക്ഷയായി മാറും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അന്നഹു ഇർതഖാ സഫാ ഫഅഖദ ബിലിസാനിഹി ഫഖാല, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഫാ കുന്നിന് മുകളിൽ കയറി നിന്നുകൊണ്ട് തന്റെ നാവ് പിടിച്ചു. തന്റെ നാവ് പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, യാ ലിസാൻ, അല്ലയോ നാവേ, ഖുൽ ഖൈറൻ തഅലം, നാവേ നീ നല്ലത് മാത്രം പറയുക, എങ്കിൽ നിനക്ക് ഐശ്വര്യവാനാവാം. വസ്കുത് ശർറ തസ്ലം, നീ തിന്മയെ തൊട്ട് നിശബ്ദനാകുക, എങ്കിൽ
നിനക്ക് രക്ഷപ്പെടാം. തിന്മയെ തൊട്ട് നീ നിശബ്ദനാവുക, നിശബ്ദമാവുക എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. ഖേദിക്കുന്നതിന് മുമ്പ്. അങ്ങനെയാണല്ലോ പല ആളുകളും വായ തോന്നിയതൊക്കെ വിളിച്ചു പോകും, എന്നിട്ട് പിന്നെ ഖേദപ്രകടനം നടത്തും. എന്താ കാര്യം സഹോദരങ്ങൾ? എന്തും പറയും, പറയുമ്പോൾ ഒരു ലൈസൻസ് ഉണ്ടാവില്ല. തോന്നിയതൊക്കെ വിളിച്ചു പറയും. ആരെയും നാടുകൊണ്ട് വേദനിപ്പിക്കും, ഉപദ്രവിക്കും, ദ്രോഹിക്കും. എന്നിട്ടോ ഖേദപ്രകടനം നടത്തും. ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ. അങ്ങനെയാണ് ചില ആളുകൾ. തുടർന്ന് നോക്കൂ, അദ്ദേഹം പഠിപ്പിക്കുന്നു, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ആദം സന്തതികളുടെ മനുഷ്യന്റെ അധികഭാവവും നാവുമൂലമാണ്. മനുഷ്യൻ അധികം കുറ്റത്തിൽ ചെന്ന് ചാടുന്നത്, അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്, തെറ്റുകളിൽ ചെന്ന് ചാടുന്നത് അവന്റെ നാവുമൂലമാണ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. എത്രയെത്ര ബന്ധങ്ങളാണ്, നല്ല ബന്ധങ്ങളാണ് സഹോദരങ്ങളെ ഉടഞ്ഞുപോയത്, തകർന്നു പോകുന്നത്, തരിപ്പണമാകുന്നത്. എത്രയെത്ര നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളെല്ലാം ശിഥിലമായി പോയി. എത്ര പേർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരെ അവസ്ഥയുണ്ടായിട്ടുണ്ട്. നാവിന്റെ അനാവശ്യമായ ഇടപെടൽ മൂലം. ഒരു അറബി കവി പാടിയത് ഇവിടെ സ്മരണീയമാണ്. അദ്ദേഹം പാടുകയാണ്, അല്ലയോ മനുഷ്യ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം കേട്ടോ. അതൊരു സർപ്പമാകുന്നു, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ. നാവ് കാരണത്താൽ വധിക്കപ്പെട്ടവർ എത്ര പേരാണ് കബറുകളിലുള്ളത്. ധൈര്യശാലികൾ വരെ അതിനെ കണ്ടുമുട്ടുന്നതിനെ ഭയപ്പെടുന്നു. നല്ല ധൈര്യശാലികൾ, ശക്തരായിട്ടുള്ള ആളുകൾ വരെ നാവിനെ സൂക്ഷിക്കാൻ കൊള്ളാത്ത ആളുകളെ കാണുമ്പോൾ പേടിയാണ്, സംസാരിക്കാൻ തന്നെ പേടിയാണ്. അവൻ സംസാരിക്കാൻ കൊള്ളൂല, അടുക്കാൻ പറ്റൂല കേട്ടോ, അല്ലേ? അങ്ങനെ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ. പ്രിയമുള്ളവരെ, എത്ര അർത്ഥവത്തായ വരികളിലൂടെയാണ് അദ്ദേഹം നമുക്കത് പറഞ്ഞു തരുന്നത്. നല്ല കരുത്തരായിട്ടുള്ള ആളുകൾ പേടിച്ച് പിന്മാറും. പ്രിയമുള്ളവരെ, നമുക്കറിയാം ചിലരുടെ അനാവശ്യമായ ഇടപെടൽ മൂലം എന്തെല്ലാം പ്രശ്നങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാവുക. എന്നാൽ ചിലരുടെ നല്ല സംസാരം, നല്ല ഇടപെടൽ മൂലം ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞ പ്രശ്നങ്ങൾ വരെ നിസ്സാരമായി പരിഹരിക്കാനും സാധിക്കും. അതും നാവ് കൊണ്ട് സാധിക്കും. പ്രശ്നങ്ങളുടെ കാഠിന്യത്തെ നിസ്സാരമാക്കി മാറ്റും അവരുടെ സംസാരം. എന്നാൽ ചില നിസ്സാര പ്രശ്നങ്ങളോ അത് പർവ്വതീകരിച്ച് വളരെയധികം പ്രയാസം നിറഞ്ഞ അവസ്ഥയിലേക്ക്, എന്തിന് കൊലയിൽ വരെ ചെന്നെത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇതും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നമുക്ക് വിജയിക്കണമെങ്കിൽ ജനങ്ങൾ നമ്മുടെ നാവിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടണം, സുരക്ഷിതരാവണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, സഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ അഅമാലി അഫ്ളൽ, ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണ് പ്രവാചകരെ എന്ന് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു. ഖാല, അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു അലാ മീഖാത്തിഹാ, നമസ്കാരം അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കലാണ്. നമസ്കാരം ആ നിശ്ചിതമായ സമയത്ത് നിർവഹിക്കലാണ്. ഞാൻ ചോദിച്ചു, പിന്നെ ഏതാണ് പ്രവാചകരെ? അവിടുന്ന് പറഞ്ഞു, നിന്റെ നാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടലാണ്. നിന്റെ നാവിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടലാണ്. അതെ, ജനങ്ങളെ ഉപദ്രവിക്കുന്ന നാവ് വല്ലാത്ത അപകടങ്ങളാണ് വരുത്തി വെക്കുക. നാവിനെ സൂക്ഷിക്കാത്തവനെ ജനങ്ങളെല്ലാം ഭയപ്പെടുന്നു, അവരിൽ നിന്ന് ഓടിയകലാൻ
പോകുന്നു. ഇല്ലേ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് എന്താണെന്ന് അറിയുമോ? സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അസ്സഖഫി അദ്ദേഹത്തിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, അദ്ദേഹം പറയുന്നു, ഞാൻ പ്രവാചകരോട് ചോദിച്ചു, ഹദ്ദിസിനി ബിഅംരി അഖ്തസിമു ബിഹി, മുറുകെ പിടിക്കാവുന്ന ഒരു കാര്യം പ്രവാചകരെ എനിക്ക് പറഞ്ഞു തന്നാലും, എനിക്ക് അവിടുന്ന് പഠിപ്പിച്ചു തന്നാലും അറിയിച്ചു തന്നാലും. ഖാല ഖുൽ റബ്ബി അല്ലാഹു മുസ്തഖിം, റസൂലുള്ളാഹി പറഞ്ഞു, നീ പറയുക, അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ്, പടച്ചറപ്പാണ് എന്റെ രക്ഷിതാവെന്ന് നീ പ്രഖ്യാപിക്കുകയും പിന്നീട് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്യുക. അതനുസരിച്ചുള്ള അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള വിധിവിലക്കുകൾ അനുസരിച്ചുള്ള ജീവിതം നീ നയിക്കുകയും ചെയ്യുക. പിന്നെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങ് ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ സ്വന്തം നാവ് ഇങ്ങനെ പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഇതാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. നാവിനെ സൂക്ഷിക്കാതെ ഉപയോഗിക്കുക എന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, സൂക്ഷിക്കുക. നാവ് ദുഷിച്ചതായാൽ ആ ദുഷിച്ച നാവ് നമ്മെ കൊണ്ട് എത്തിക്കുക നരകത്തിലേക്കായിരിക്കും. നരകം എന്ന് പറയുമ്പോൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അതിന്റെ കാഠിന്യവും അതിന്റെ ഗൗരവവും അതിന്റെ പ്രയാസവും എല്ലാവർക്കും അറിയാം. ധാരാളം ഹദീസുകളിലൂടെ ആയത്തുകളിലൂടെ നാം കേട്ട് മനസ്സിലാക്കിയതാണ്, ഇല്ലേ? അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, കുൻതു മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫർ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഒരു യാത്രയിലായിരിക്കെ അവിടുന്ന് ഇപ്രകാരം പറയുകയുണ്ടായി, എല്ലാ കാര്യങ്ങളുടെയും കാമ്പും അതിന്റെ തൂണും അതിന്റെ കടിഞ്ഞാണും എന്താണെന്ന് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, പറയൂ പ്രവാചകൻ, അതേ നബിയെ, പറഞ്ഞു തന്നാൽ. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങളുടെ കാമ്പ് അത് ഇസ്ലാമാകുന്നു, അതിന്റെ തൂണി എന്ന് പറഞ്ഞാൽ നമസ്കാരമാകുന്നു, അതിന്റെ കടിഞ്ഞാൻ ജിഹാദുമാകുന്നു എന്ന് പിന്നീട് അവിടുന്ന് പറയുകയാണ്, അത് ഉടമപ്പെടുത്തുന്ന കാര്യം, ഇതെല്ലാം ഉടമപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, പറഞ്ഞു തന്നാൽ നബിയെ. ഫഅഖദ ബിലിസാനിഹി ഖാല കുഫ അലൈക ഹാദാ, എന്നിട്ട് നാവ് ഇങ്ങനെ പിടിച്ചു കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇതിനെ പിടിച്ചു നിർത്തുക, അഥവാ അനാവശ്യങ്ങൾ പറയുന്നതിൽ നിന്ന് ഇതിനെ തടഞ്ഞു നിർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖുൽതു യാ നബി അല്ലാഹ്, അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വഇന്നമാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം ഞങ്ങൾക്ക് ശിക്ഷയുണ്ടാകുമോ പ്രവാചകരെ? ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, നിനക്കെന്താണ് ജനങ്ങളിൽ അധികവും അവരുടെ മുഖം കുത്തിയവരായിക്കൊണ്ട് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടാനുള്ള കാരണം നാവ് സമ്പാദിച്ചത് കൊണ്ടാണ്. നാവിന്റെ സമ്പാദ്യം മൂലമാണ് അവരിൽ അധിക പേരും നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നവരായി മാറിയത്. അത്രയും വലിയ നഷ്ടക്കാരായി മാറാനുള്ള കാരണം നാവിനെ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാവിനെ സൂക്ഷിക്കണമെന്നാണ്. നമ്മുടെ സംസാരം സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള ഇടപെടൽ, അനാവശ്യമായ സംസാരങ്ങൾ, തോന്നിയതുപോലെയുള്ള സംസാരങ്ങൾ, ഇതെല്ലാം നമുക്ക് തന്നെ വിനയായി മാറും. പലരും അങ്ങനെയാണ്, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കൂല, എന്ത് എവിടെ സംസാരിക്കണമെന്നറിയില്ല, എന്ത് എങ്ങനെ സംസാരിക്കണം, ആരോട് എന്ത് സംസാരിക്കണം എന്നറിയാത്ത ആളുകൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്നു, നഷ്ടക്കാരികളിൽ പെട്ടുപോകുന്നു. മനുഷ്യന്റെ ചില സംസാരം കൊണ്ട് അങ്ങനെയാണ് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. അവനറിയാതെ ഇങ്ങനെ പറയുന്നതായിരിക്കും പലതും. പക്ഷെ അതുകൊണ്ട്
ഒരുപക്ഷെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ഉതകുന്നതാവാം. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപവും ക്രോധവും ഏറ്റുവാങ്ങാൻ ഉതകുന്നതാവാം. ഇതാണ് സംസാരം. ശ്രദ്ധിക്കാതെ നാം സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറയുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഇന്നൽ അബദ ലയതകല്ലമു ബിൽ കലിമ മിൻ റിദ്വാനില്ലാഹി തആല. ചിലരുടെ സംസാരം മൂലം, അവർ അള്ളാഹുവിന്റെ ചില വാക്കുകൾ മൂലം, അള്ളാഹുവിന്റെ അടിമയുടെ ചില സംസാരം മൂലം ആ റബ്ബിന്റെ തൃപ്തിക്ക് അവർ പാത്രീഭൂതരാകും. എന്താണ് താൻ സംസാരിക്കുന്നതെന്ന് അവൻ ചിന്തിക്കാതെയാണ് സംസാരിക്കുന്നത്. താൻ എന്താണ് പറയുന്നതെന്നതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിലൂടെ അള്ളാഹു അവന്റെ ദർജയെ, അവന്റെ പദവിയെ ഉയർത്തും. സുബ്ഹാനല്ലാഹ്. ആ വാക്കുമൂലം അവന്റെ പദവിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തും. എന്നാൽ ചില ആളുകളുണ്ട്, ചില ആളുകൾ എങ്ങനെയാണ്, വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ലാഹി തആല. ചില അള്ളാഹുവിന്റെ ചില ദാസന്മാർ അവരുടെ സംസാരം മൂലം, അവരുടെ ചില കലിമത്ത് സംസാരങ്ങൾ മൂലം പടച്ച റബ്ബിന്റെ വെറുപ്പ് അവർ സമ്പാദിക്കും, അള്ളാഹുവിന്റെ കോപം അവർ ഏറ്റുവാങ്ങും. ലാ യുൽഖി ലഹാ ബാലൻ. എന്താണ് താൻ സംസാരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അവൻ ഉൾക്കൊണ്ടിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ അതുവഴി അവൻ നരകത്തിൽ പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കുക സഹോദരങ്ങളെ, നാവിനെ വളരെ ഗൗരവമായി കാണുകയും അതുമൂലമുള്ള സംസാരങ്ങൾ വളരെ ശ്രദ്ധാപൂർവമായിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശ്വാസികൾ അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന, അവർ നഷ്ടകാരികളിൽ പെട്ടുപോകുന്ന കാര്യങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. നാവ് വളരെ ഗൗരവപൂർവം സൂക്ഷിക്കേണ്ടതും, അതുകൊണ്ടുള്ള സംസാരം വളരെ ചിന്തിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും ആവേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാവിധി നാവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരു മുഅ്മിനായി, യഥാർത്ഥ മുഅ്മിനായി, തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പുറപ്രകാരം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്ന വസിയത്ത് ചെയ്യുന്നു. പടച്ച റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. വിശ്വാസികളുടെ സ്വൈര്യ ജീവിതത്തെ താറുമാറാക്കുന്ന, പ്രതിസന്ധിയിലാക്കുന്ന ചില ഇടപെടലുകൾ വിശ്വാസികളുടെ കാര്യങ്ങളിൽ വരെ ഭരണകർത്താക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ, പ്രയാസകരമായ വേദനാജനകമായ അവസ്ഥയാണ് എന്നുള്ളത് നമുക്കറിയാം. ശരീഅത്തിന്റെ വിഷയങ്ങളിൽ വരെ ഇന്ന് ഭരണകർത്താക്കൾ കൈകടത്തും. ഇത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. മുത്തലാഖ് പോലെ, അതുപോലെ സച്ചാർ സമിതി നിർദ്ദേശിച്ചതുപോലെ, നിർദ്ദേശത്തിന്റെ വിധി അത് പാസാക്കിയതുപോലെ, അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അതിന്റെ അനുവാദം കുറഞ്ഞുപോയി, പ്രതിസന്ധിയിലാകും. ഇപ്പൊ ഇതാ വഖഫ് സ്വത്തിനെ കുറിച്ചുള്ള വഖഫ് ബോർഡിന്റെ നിയമനം, ആ വഖഫ് ബോർഡിന്റെ നിയമനം ഇന്നിപ്പോ എവിടെ എത്തി നിൽക്കുന്നു? PSCയിലൂടെ ആ നിയമനം നടത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നിങ്ങൾ വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. ഒരു സ്കൂൾ അധ്യാപകരെ നിയമിക്കുന്നത് പോലെ അങ്ങനെ അവർക്ക് സെലക്ട് ചെയ്തിട്ട് ഈ വഖഫ് ബോർഡിന്റെ അംഗങ്ങളായി നിശ്ചയിക്കാൻ, തീരുമാനിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് നിയമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ അതുകൊണ്ടുണ്ടാവും? അല്ലാഹ് ഇല്ല,
ദൈവമില്ല എന്നൊക്കെ വാദിക്കുന്ന യുക്തിവാദികളും അതിൽ കയറിപ്പറ്റാൻ സാധ്യത ഏറെയുണ്ട്. നിഷേധിക്കാനാകുമോ? ഇല്ല. കാരണം അങ്ങനെയാണ് കാര്യം. പ്രിയമുള്ളവരെ, എന്താണ് വഖഫ് എന്നറിയാത്ത ആളുകൾ അതിന്റെ ഭരണകർത്താക്കളായി മാറിയാൽ, അതിന്റെ കൈകാര്യകർത്താക്കളായി മാറിയാൽ എന്താ സംഭവിക്കാം? വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോകും, ഇല്ലേ? വഖഫ് സ്വത്ത് എന്താണ്? വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു വിശ്വാസി അവന്റെ ഇഷ്ടപ്രകാരം പൂർണ്ണ സംതൃപ്തിയോടുകൂടി പടച്ചറപ്പിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വജഹ്, അവന്റെ ആ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്, റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന സ്വത്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ, വഖഫ് സ്വത്ത് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ പള്ളികളാവാം, സ്ഥലങ്ങളാവാം, മദ്രസകളാവാം, ഇതെല്ലാം ആവാം. നമ്മുടെ മുൻഗാമികൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അപ്രകാരം ചെയ്തു വെച്ചതാണ്. ഇസ്രായേലിലെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അത് നൽകിക്കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്രയവിക്രയങ്ങളൊന്നും നടക്കില്ല. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കരികിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഖൈബറിൽ നിന്നും കുറച്ച് ഭൂമി കിട്ടിയിരിക്കുന്നു. അത് വളരെ വിലമതിക്കുന്നതാണ്. അത്ര ഒരു ഖൈറായ ഒരു ഭൂമിയാണ്. ഞാനത് എന്ത് ചെയ്യണം നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് വഖഫ് ചെയ്യുക. അത് വഖഫ് ചെയ്യുക. അതിൽ നിന്നുള്ള വരുമാനം സ്വതന്ത്രയായി നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുക. അങ്ങനെ വരുമ്പോൾ വിധവകൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും ഒക്കെ നൽകാം, അനാഥകൾക്കും ഒക്കെ. ഇനി അതൊരു തോട്ടമാണെങ്കിലോ അതിൽ നിന്നുള്ള കായ്കനികൾ ഭക്ഷിക്കുകയും ഭക്ഷിക്കാൻ നൽകുകയും ചെയ്യാം. പക്ഷേ അതൊരു വരുമാന മാർഗമായി, അത് സമ്പത്തായി എടുക്കാൻ പാടില്ല. ഇതാണ് വഖഫ് സ്വത്ത്. ഇത് വഖഫ് എന്താണെന്ന് അറിയാത്ത ആളുകളെല്ലാം അതിൽ കയറിപ്പറ്റിയാൽ എന്തായിരിക്കും സഹോദരങ്ങൾ അതിന്റെ അവസ്ഥ? ഇതെല്ലാം ഒരു കൈകടത്തലുകളാണ്, അനാവശ്യമായ ഇടപെടലാണ്. ഇതിനെ ചെറുക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഈ മുസ്ലിം മത്ത് വിവിധ തട്ടുകളിലായി അവരവരുടെ സംഘടനാ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്തുണ്ടാവുന്നു? മുസ്ലിം മത്ത് നാശത്തിലേക്ക് പോകും. ഇവിടെയെല്ലാം അങ്ങനെയല്ല ചെയ്യേണ്ടത്. ചില ആളുകളുടെ വാദം അനുസരിച്ച് ഇതൊന്നും പള്ളിയിൽ തന്നെ പറയേണ്ടത്. പള്ളിയിൽ തന്നെ പറയേണ്ടത്. പള്ളിയിൽ ഇത് പറയാനുള്ളതല്ല. പിന്നെ ഇത് പറയാനുള്ളതാ? ഉത്ബോധനത്തിനുള്ളതാണ്. ഉത്ബോധനത്തിൽ പെടില്ല. മാത്രമല്ല, ഇവർ നടത്തുന്ന ഉത്ബോധനം എന്താ? വിമർശനമായിട്ട് ആരും എടുക്കരുത് കേട്ടോ. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ എന്റെ ശ്രോതാക്കളാണ്, ഞാനൊരു ഖത്തീബാണ് എന്ന നിലയ്ക്ക് എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് തികഞ്ഞ നസീഹത്തോടു കൂടി പറയേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഇവരുടെ ഉത്ബോധനം എന്താണ്? വർഷങ്ങളോളം ഖുത്ബ ശ്രമിച്ചാലും ഒരു നന്മയും അവന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഉത്ബോധനം. കാരണം തിരിയാത്ത ഭാഷയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചത് അവർക്ക് അറിയുന്ന ഭാഷയിലാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഓരോ ഖുത്ബ ആ ഖുത്ബ കേട്ടിരിക്കുക അവർക്ക് പൊട്ടിക്കറിയും. അവർക്ക് താങ്ങാൻ പറ്റില്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴേ. അവരുടെ ഈമാനിന്റെ പവർ അതായിരുന്നു, ഇല്ലേ? വർഷങ്ങളോളം ഇവരുടെ ഖുത്ബ ശ്രമിച്ചാൽ എന്തുണ്ടാവും? ഒന്നും തിരിയില്ല. അത് കാരണം ഒരു മാറ്റവും ജീവിതത്തിലില്ല. പതിനായിരങ്ങൾ അലഞ്ഞു തിരിയുന്നുണ്ട്, വല്ല മാറ്റമുണ്ടോ ജീവിതത്തിൽ? ഇല്ല.
അപ്പൊ പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മിമ്പറിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച വരണം. ഈ സമൂഹം പഠിക്കണം, മനസ്സിലാക്കണം. വഖഫ് എന്താണെന്ന് അറിയാത്തവർ ബഹുഭൂരിഭാഗമുണ്ട്. നിഷേധിക്കാനാകുമോ? ഇല്ല. അപ്പൊ നമ്മൾ അറിയണ്ടേ? വേണം. ഒരു അമുസ്ലിം നമ്മോട് വഖഫ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാ? നമ്മള് അതിനൊരു വിശദീകരണം കൊടുക്കണ്ടേ? വേണം. അതിന് നമുക്ക് അറിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനെ നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ സംഘടന വേർതിരിവുകളില്ലാതെ ചേർന്നുകൊണ്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. ഇത് നമുക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടുള്ള വിരോധമോ അല്ലെങ്കിൽ ഒരു പാർട്ടിയോടുള്ള വിരോധമോ ഒന്നുമല്ല. അങ്ങനെ ഒന്നുമില്ല. ഇത് ഏത് മതവിശ്വാസികളുടെ കാര്യമായാലും അതിൽ ഗവൺമെന്റ് ഇടപെടുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനെതിരെ നമുക്ക് ശരിയാവാത്ത അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എതിർക്കേണ്ടതുണ്ട്. അതിനെ തിരുത്താൻ അവരോട് പറയേണ്ടതുണ്ട്. അതിനെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള സർവ്വപാപങ്ങളും കരുണാഭാരതിയായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പ് നൽകട്ടെ. നമ്മുടെ ഇവിടുത്തെ ഈ നാടിന്റെ അന്തരീക്ഷം അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم إنا أعوذ بك من البرص والجنون والجذام وسيء الأسقام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.